ഞങ്ങളിപ്പോൾ ഇത് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലാണ്. അവിടുത്തെ താഞ്ചുങ് പ്രയോക്കുന്നൊരു തുറമുഖമാണിത്. ഇവിടെ നിന്ന് നോർത്ത് സുമാത്രയിലേക്ക് ഒരു ഷിപ്പിൽ പോവുകയാണ് ഞങ്ങൾ. ഇത് ഫോറിൻ ട്രാവലേഴ്സ് അങ്ങനെ പ്രിഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യാത്രയല്ല. കാരണം ഫ്ലൈറ്റിൽ വെറും 3 മണിക്കൂർ എടുക്കുന്ന ഈ യാത്ര ഷിപ്പിൽ പോകുമ്പോഴേക്കും 2 ദിവസത്തിൻ്റെ മുകളിലെടുക്കും. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബോർഡിംഗ് പാസ് എടുക്കണം. ഒരു എയർപോർട്ടിലുള്ള പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഈ തുറമുഖത്തിൻ്റെ ബിൽഡിംഗ്. 17,000 ഐലൻഡുകൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് കപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗതാഗത സംവിധാനമാണ്. ഇതാണ് ഞങ്ങളുടെ ഷിപ്പ്. ഇതിൻ്റെ പേര് KM കെലൂദ് എന്നാണ്. ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളുടെ റൂമിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സൈഡിൽ കാണുന്ന എല്ലാം ഇവിടുത്തെ ജനറൽ ക്ലാസ് അല്ലെങ്കിൽ എക്കോണമി ക്ലാസ് ആണ്. ഡോർമിറ്ററി പോലെ ബെഡ് ഇട്ടിരിക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം സ്റ്റാഫ് റൂമിൻ്റെ കീ തന്നു. 6036 ഇതാണ് നമ്മുടെ റൂം. കയറാം. ഞങ്ങൾ 2 പേരും മാത്രമാണ് ഈ റൂമിലുള്ളത്. നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് റൂം കിട്ടി. കൊള്ളാല്ലേ? നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലതാട്ടോ. നമ്മൾ ക്ലാസ് 1 ആണ് എടുത്തേക്കുന്നത്, അതായത് ഫസ്റ്റ് ക്ലാസ്, അതായത് A എന്ന് പറഞ്ഞ കാറ്റഗറി. സോ ഞങ്ങൾ 2 പേർക്ക് മാത്രമായിട്ടാണ് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള റൂം കിട്ടിയേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഷിപ്പ് ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഷിപ്പാണ്. ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള പെൽനി എന്ന് പറയുന്ന കമ്പനിയുടെ KM കെലൂദ് എന്ന് പറയുന്ന ഷിപ്പിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പ് ജക്കാർത്തയിൽ നിന്ന് നോർത്ത് സുമാത്രയിലുള്ള ബലവാൻ പോർട്ട് വരെ, അതായത് മെദാൻ സിറ്റിയിൽ ബലവാൻ പോർട്ട് വരെയാണ് പോകുന്നത്. ഈ ടോട്ടൽ ജേർണിക്ക് ഏകദേശം 62 മണിക്കൂറോളം ടൈം ആവശ്യമാണ്. ഞങ്ങൾ ഈ ഷിപ്പിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പെൽനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ വെബ്സൈറ്റിൽ ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാലിയിൽ വന്ന ശേഷം ആണ് ബുക്ക് ചെയ്തത്. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ വരും, പേ അറ്റ് ആൽഫാമാർട്ട് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെയുള്ളൊരു റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ നെറ്റ്വർക്കാണ് ആൽഫാമാർട്ട്. സോ ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂർ ടൈം ഫ്രെയിം കിട്ടും. ആ ടൈമിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ആൽഫാമാർട്ടിൽ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ഷിപ്പിലെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രൈസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഫുൾ ഫുഡിൻ്റെ പ്രൈസ് ഇൻക്ലൂഡഡ് ആണ് ഈ ടിക്കറ്റിലും. ഇതാണ് ഫുഡ്: റൈസ്, സോസേജ്, ചിക്കൻ, പിന്നെ ടോഫു എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടെ വെള്ളവും ഇങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് പോലെ സംഭവമുണ്ട്. അതേപോലെ ചായ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ട്രെയിൻ ഫുഡില്ല, അതിനേക്കാളൊക്കെ ബെറ്ററാണ്. അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. ഈ ഷിപ്പിൽ 2-3 ദിവസത്തെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ചെറിയ കടകളുണ്ട്, അതേപോലെ കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ കപ്പ് നൂഡിൽസ്, അതേപോലെ കോഫി, സ്നാക്സ്, പിന്നെ അതുപോലെ സിഗരറ്റും കിട്ടും. സിഗരറ്റ് ഇല്ലാണ്ട് ഇവർക്ക് പറ്റില്ല. ഇവർ നല്ലപോലെ വലിക്കുന്ന ആൾക്കാരാണ്. ഈ ഷിപ്പിൽ എല്ലാവരും തന്നെ ഏകദേശം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതെല്ലാം കിട്ടുന്ന കടകളെല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ ചെറിയൊരു ക്ലിനിക്ക് കണ്ടു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഷിപ്പിൽ. ഇതാണ് കേട്ടോ ഈ ഷിപ്പിലെ സൂപ്പർ മാർക്കറ്റ്. സാഗര മാർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കടയാണെന്ന് തോന്നും. ഈ ഇന്തോനേഷ്യൻ ഭാഷയിൽ ഇതേപോലെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണിത്. കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ വില സാധാരണ സൂപ്പർ മാർക്കറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 1A എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അതാണ് ഈ ഷിപ്പിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 പേർ കൂടെ ചേർന്ന ഒരു ക്യാബിൻ പോലെ കിട്ടിയത്. അതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വരുന്നത്. ഞങ്ങൾക്ക് വന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3300 രൂപ ഇന്ത്യൻ രൂപയാണ് വന്നത് ഒരാൾക്ക്. പക്ഷെ ഇത് ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ജേർണിക്ക് വിത്ത് ഫുഡ് സെപ്പറേറ്റ് ക്യാബിൻ കിട്ടുമ്പോൾ ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതല്ല, കുറച്ചുകൂടെ എക്കോണമിക്കലായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്കോണമി ക്ലാസ്, 2A ക്ലാസ് ഒക്കെ ഉണ്ട്. എക്കോണമി ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ
എക്കോണമി ക്ലാസ്സിലെല്ലാം ഒരു 1000 രൂപയാണ് വരുന്നുള്ളൂ. വിത്ത് ഫുഡാണത്. അത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ്. അതുകൊണ്ടാണ് നാട്ടുകാർ ഏറ്റവും കൂടുതൽ നോർത്ത് സുമാത്രയിലേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഷിപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഷിപ്പ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. 2000 പേര് കപ്പാസിറ്റി ഉള്ളൊരു ഷിപ്പാണിത്. അത് ഓൾമോസ്റ്റ് ഫുള്ളാണ്. 2000 പേരോളം ഇപ്പോൾ ഈ ഷിപ്പിലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. സോ കാരണം ഇത്രയും റീസണബിളായിട്ട് പോകാനായിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. ബസ്സൊക്കെ ആണെങ്കിൽ ഏകദേശം 5000 രൂപയോളം വരും വിത്തൗട്ട് ഫുഡ്. സോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാട്ടുകാർ പ്രിഫർ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. സെയിം ചോറും സോസേജും തന്നെ. ചിക്കന് പകരം ഫിഷ് ഫ്രൈ ആണ്. പക്ഷെ ഫിഷ് ഫ്രൈ കൊള്ളാം കേട്ടോ. ഫിഷ് ഫ്രൈ കൊള്ളാം. അത്യാവശ്യം ഉപ്പും എരിവും ഒക്കെ ഉള്ള ഫിഷ് ഫ്രൈ ആണ്. സാധാരണ ഇവിടെ നമ്മൾ കഴിച്ച ഫിഷിനൊന്നും ഒട്ടും തന്നെ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്ലേവർ ഇല്ലാത്ത രീതിയിലുള്ള ഫിഷായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കഴിച്ച്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാം. ഇത് കുറച്ചും കൂടെ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ട്. കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഷിപ്പിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 33 മണിക്കൂറായി. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ ബാത്തം എന്നൊരു ഐലൻഡിലാണുള്ളത്. ആ കാണുന്നതെല്ലാം സിംഗപ്പൂരാണ്. സിംഗപ്പൂരിനോട് വളരെ ചേർന്ന ഒരു പ്രദേശമാണ്. ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇന്ന് 10 മണി വരെ ഈ സെയിം ബാത്തം ബോട്ടിൽ തന്നെയായിരിക്കും ഈ ഷിപ്പ് ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ നിന്ന് എടുത്ത് 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന താഞ്ചുങ് ബലായി എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും 23 മണിക്കൂർ യാത്ര ചെയ്താലേ ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബലവാൻ എന്ന് പറയുന്ന പോർട്ടിലെത്തുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ നിന്ന് ഈ പെരുവഴിയിലേക്ക് എത്തി. ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിച്ചു നമ്മുടെ യാത്രയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ നോർത്ത് സുമാത്രയിലേക്കായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തത്. നോർത്ത് സുമാത്രയിലെ ലേക്ക് ടോബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു നമുക്ക് പോകേണ്ടത്. അതിനടുത്തുള്ള സിറ്റിയാണ് മെഡാൻ. മെഡാനിലെ പോർട്ടാണ് ബലവാൻ പോർട്ട്. ഞാൻ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഷിപ്പിന് വേറൊരു സ്റ്റോപ്പ് കൂടെ കണ്ടു, താഞ്ചുങ് ബലായി എന്നൊരു സ്റ്റോപ്പ്. അത് മെദാൻ സിറ്റിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മെദാൻ സിറ്റിയുടെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലമാണ്. മെദാൻ സിറ്റിയിൽ 100 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ഈ താഞ്ചുങ് ബലായി. അതിനടുത്താണ് ഈ ലേക്ക് ടോബ. അപ്പോൾ ഒരു 23 മണിക്കൂർ യാത്രയും കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ താഞ്ചുങ് ബലായിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ പിന്നെയാണ് കാര്യം മനസ്സിലായത്, 2 താഞ്ചുങ് ബലായി ഉണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്ത താഞ്ചുങ് ബലായി എന്ന് പറയുന്ന സ്ഥലം വേറൊരു ഐലൻഡാണ്. അതായത് ഷിപ്പ് പോകുന്ന താഞ്ചുങ് ബലായി വേറൊരു ഐലൻഡാണ്. ഞാൻ ഉദ്ദേശിച്ച താഞ്ചുങ് ബലായി അല്ല ഈ ഷിപ്പ് പോകുന്നത്. അത് കാരണം നമുക്ക് ആ താഞ്ചുങ് ബലായിൽ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഐലൻഡാണ്. അവിടെ നിന്ന് വീണ്ടും വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഷിപ്പിൽ തന്നെ പോകണം. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അവിടെ നിന്ന് ബലവാൻ പോർട്ടിലേക്ക് മെഡാനിലേക്ക് യാത്ര ഈ ഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസർവേഷൻ കാര്യം താഞ്ചുങ് ബലായി വരെയാണ് നമുക്ക് റിസർവേഷനുള്ളൂ. സോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. കാരണം അവിടെ നിന്ന് വേറെ ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ ഇരിക്കുകയാണ്. ഈ ഫസ്റ്റ് ക്ലാസ് ക്യാബിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഷിപ്പ് ജേണിയുടെ ലോക്കൽ വൈബ് കിട്ടില്ല എന്നായിരുന്നു അർച്ചനയുടെ പരാതി. ഇപ്പം മാറിയോ അത്? പിന്നെ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ എങ്ങനെയാണോ ട്രാവൽ ചെയ്യണ സെയിം വീലാണ് ഞങ്ങളും ട്രാവൽ ചെയ്യണം. ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയത്. വൈബ് ഇത്തിരി കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ഈ ഷിപ്പിലെ ഒരുമാതിരി എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അതായത് കൂടുതൽ ആൾക്കാരും ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഇന്നത് സീറ്റുള്ളവരെക്കാളും കൂടുതൽ ഇതേപോലെ സീറ്റില്ലാതെ തറയിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഇത് കാണുന്ന അത്ര അൺകംഫർട്ടബിൾ അല്ല ശരിക്കും ഇത്. കാരണം ഈ ക്യാബിൻ എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻഡ് ക്യാബിനാണ്. ആൻഡ് ഇവരൊരു മാറ്റ് തരും നമുക്ക് എല്ലാവർക്കും. അത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മാറ്റാണ്. അത് കിടക്കുന്നതിന് സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. നമ്മൾ ശരിക്കും താഞ്ചുങ് ബലായിൽ നിന്ന് ബലവാനിലേക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടില്ല. നമ്മളുടെ സെക്യൂരിറ്റി ഓഫീസറോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ അറേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താവുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ വിശ്വാസത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ ക്യാബിൻ എന്ന് പറയുന്നത് എയർ കണ്ടീഷൻഡ് ആയിട്ട് ക്യാബിനാണ്. ഒട്ടും ചൂടോ ഒന്നുമില്ല. അതേപോലെ അത്യാവശ്യം വീതിയുള്ള കോറിഡോറാണ്. ഒരു സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ സൈഡിലൂടെ നടന്നു പോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സഹകരണത്തോടെയാണ് കിടക്കുന്നത്. ഈ റൂമിനകത്തുള്ള ആൾക്കാരാണെങ്കിലും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോയിക്കോളും. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഷിപ്പ് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കിട്ടില്ല. ഇവിടെ പേ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്തോനേഷ്യക്കാരുടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറും കറികളുമാണ്. പറ്റുവാണെങ്കിൽ 3 നേരവും ചോറുണ്ടുന്ന ആൾക്കാരാണ് ഇവർ. സത്യം പറഞ്ഞാൽ ചോറുണ്ട് ഞങ്ങൾക്ക് മടുത്തു. ഞങ്ങളിപ്പോൾ പറയാറ് നാസി കുരങ്ങാണ്. അതായത് ഇവരുടെ ഫ്രൈഡ് റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഡീസൻറ്റ് ടേസ്റ്റുള്ള എഗ് ഫ്രൈഡ് റൈസൊക്കെ ഒരു 100 രൂപയ്ക്ക് നമുക്ക് കിട്ടും.
അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് നാസി ഗോറങ്ങാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. ഓൾമോസ്റ്റ് 50 മണിക്കൂർ ജേണി കംപ്ലീറ്റ് ആയി. ഞങ്ങൾ പതുക്കെ ഉറങ്ങാനായിട്ട് പോവാണ്. ഇനി ഏകദേശം ഒരു 14 മണിക്കൂറും കൂടെ ജേണി ബാക്കിയുള്ളൂ. നാളെ ഉച്ചയ്ക്കൊരു 12 മണി 1 മണി സമയമാകുമ്പോഴേക്കും മെഡാനിലെ ബൽവാൻ പോർട്ടിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബലവാൻ പോർട്ടിൽ ഓൾമോസ്റ്റ് എത്തി. നമ്മളൊരു 10-15 മിനിറ്റുള്ളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ടോട്ടൽ ജേർണി എടുത്തത് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 62 മണിക്കൂറോളാണ് എടുത്തത്. വിചാരിച്ചതിനേക്കാളും ഒരു 1.5 മണിക്കൂർ നേരത്തെ എത്തി നമ്മൾ. ഇവിടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓവറോൾ ജേർണിയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലപോലെ കംഫർട്ടബിൾ ആയിരുന്നു വേണമെങ്കിൽ പറയാൻ. ആദ്യത്തെ 40 മണിക്കൂർ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആ 40 മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞു പോലുമില്ല. അടുത്ത 24 മണിക്കൂറോളം നമ്മളുണ്ടായിരുന്നത് അടുത്ത 24 മണിക്കൂറാണ് നമ്മളുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഫ്ലോറിലൊരു മാറ്റി വിരിച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ അഡ്ജസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. നിങ്ങൾ ഇന്തോനേഷ്യയിൽ ബാക്ക് പാക്ക് ചെയ്യുകയാണെങ്കിൽ പെൽനെ ഷിപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ സുമാത്ര ദ്വീപിലെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് കാണാം.